തന്ത്രങ്ങൾ മാറ്റുന്ന വിജയ്, മലയാളി താരങ്ങളെയും ഞെട്ടിക്കുമോ ദളപതി? കേരളത്തിൽ എവിടെയൊക്കെ ദ ഗോട്ട് ഹൈപ്പില്ലെന്ന പരാതികൾ ഉയരുന്നതിനിടയിൽ റെക്കോർഡ് സ്ക്രീൻ കൗണ്ടാണ് വിജയ്ക്ക് രാജ്യമൊട്ടാകെ ലഭിക്കുന്നത്. വിജയ് നായകനായി എത്തുന്ന ഓരോ സിനിമയും വൻ ഹൈപ്പാകാറുണ്ട്. ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ദളപതി വിജയുടെ ചിത്രങ്ങളാണ് മുന്നിലാണ്. മിക്കതും വൻ ഹിറ്റുകളായി മാറാറുമുണ്ട്. ദ ഗോട്ടും രാജ്യമൊട്ടാകെ പ്രതീക്ഷയേൽപ്പിക്കുന്ന ചിത്രമായതിനാൽ റിലീസും അങ്ങനെയാകും. ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്ന വൻ റിലീസാണ് ദ ഗോട്ടിനുണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകളാണ് വിവിധ സിനിമാ ട്രേഡ് അനലിസ്റ്റുകളുടേത്. നിലവിൽ ഹിന്ദിയിൽ റിലീസ് 1204 സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. തമിഴ്നാട്ടിലാകണ്ടെ ഏതാണ്ട് എല്ലാ മുൻനിര സ്ക്രീനുകളിലും റിലീസുണ്ടാകും എന്നാണ് സൂചന. കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് 702 സ്ക്രീനുകളിലും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്തായാലും വലിയ റിലീസ് തന്ത്രങ്ങളായിരിക്കും ചിത്രത്തിനായി നിർമ്മാതാക്കൾ സ്വീകരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ദ ഗോട്ടിന്റെ റിലീസ് റെക്കോർഡ് കളക്ഷനാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത് എന്നത് പ്രധാനമാണ്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമായതിനാൽ ദ ഗോട്ട് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു വിജയമാകണമെന്നാണ് ആഗ്രഹിക്കുന്നതും. നിലവിൽ പ്രമോഷൻ സജീവമായി തുടങ്ങിയിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ റിലീസടക്കമുമ്പോൾ ആരാധകരുടെ ആവേശം ഉയരുമെന്നാണ് ദ ഗോട്ടിന്റെ നിർമ്മാതാക്കൾ കരുതുന്നതും. സംവിധാനം നിർവഹിക്കുന്നത് വെങ്കട് പ്രഭുവും തിരക്കഥ കെ ചന്ദ്രവും ഏഴിലരശ് ഗുണശേഖരനുമാണ്. ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യയാൽ താരത്തെ ചെറുപ്പമാക്കിയതും ഒരു കൗതുകമായി മാറിയേക്കുമെന്നാണ് സിനിമാ ആരാധകർ വിചാരിക്കുന്നത്. ദളപതി വിജയ് നായകനായ ചിത്രങ്ങളിൽ ഒടുവിൽ ലിയോയാണെത്തിയതും ശ്രദ്ധയാകർഷിച്ചതും. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്ക് പുറത്തെ വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.